ഗൗതം, ഒരു ഹിന്ദു ഭീകരവാദ ആഖ്യാനം ഉണ്ടാക്കാൻ ഇവിടെ ഒരു ഗൂഢശ്രമം നടന്നു. ഈ അജ്മൽ കസബിനെ പിടികൂടുന്ന സമയത്ത് തന്നെ ഈ കയ്യിൽ ചുവന്ന നൂൽ കെട്ടിക്കുക എന്നതടക്കമുള്ള തന്ത്രപരമായ നീക്കങ്ങൾ അന്നത്തെ കോൺഗ്രസ് സർക്കാർ നടത്തിയിരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പാകിസ്ഥാന്റെ ISIയുമായി കൈകോർത്തുകൊണ്ട് ഈ ഭാരതത്തിൽ ഒരു വലിയ ഭീകരാക്രമണം നടത്താൻ ഒരു പദ്ധതി ഇടുന്നു. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഭാരതത്തിലെ പാവപ്പെട്ട മനുഷ്യരുടെ ജീവൻ അത് പാകിസ്ഥാന് വേണ്ടി ഒറ്റക്കെടുക്കും ചെയ്തത്. അങ്ങനെ ഒരു പാർട്ടിക്ക് ഇനി ഈ ഭാരതത്തിൽ സ്ഥാനം കൽപ്പിക്കണോ നമ്മൾ? അശ്വതി, അതായത് ഈ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമാകുന്ന ഒരു കാര്യം അദ്ദേഹം തുറന്നു പറയുന്നത്, ഈ അജ്മൽ കസബിനെ പിടികൂടിയില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു ആ മുംബൈ ഭീകരാക്രമണത്തിന്റെ ഒരു തലം, അന്വേഷണ തലം ഏത് ദിശയിലൂടെ ആയിരുന്നു അത് പോകുമായിരുന്നത് എന്ന കാര്യമാണ്. അതായത് അദ്ദേഹം തുറന്നു പറയുന്നത്, ഈ അജ്മൽ കസബ് എന്ന ഭീകരനെ നമുക്കറിയാമല്ലോ, ലഷ്കർ ഇ തോയ്ബയുടെ ഭീകരനാണ്. കടൽ മാർഗമാണ് നമ്മുടെ വാണിജ്യ തലസ്ഥാനമായ മുംബൈ നഗരത്തിലേക്ക് എത്തിയത്. അന്ന് കസബിനൊപ്പം എത്തിയ മറ്റു ഭീകരന്മാരെ മുഴുവൻ അവിടെ വെച്ച് തന്നെ വധിച്ചിരുന്നു. ഒരുപക്ഷെ കസബിനെയും ജീവനോടെ പിടികൂടിയില്ല. ആ ഭീകരാക്രമണത്തിൽ കസബിനെ നമുക്ക് ജീവനോടെ പിടികൂടാൻ കഴിയാതെ അയാൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ അത് ഹിന്ദുക്കൾ നടത്തിയ അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകൾ ആണ് മുംബൈയിൽ ഭീകരാക്രമണം നടത്തിയത് എന്ന് വരുത്തി തീർത്തേനെ എന്ന വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ നടത്തുന്നത്. അതായത് നമുക്കറിയാം, ഈ മുംബൈ ഭീകരാക്രമണം നടത്താൻ വന്ന അജ്മൽ കസബ് ഉൾപ്പെടെയുള്ള ഭീകരന്മാർ, അവർ നെറ്റിയിൽ സിന്ദൂരമുണ്ടായിരുന്നു, അവരുടെ കൈകളിൽ കാവി ചരടുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതായത് ഹിന്ദു മതവിശ്വാസികളാണ് എന്ന് ധരിക്കുന്ന രീതിയിലാണ് ഇവരെല്ലാം വസ്ത്രം ധരിച്ചിരുന്നത്. ഇവരുടെ കയ്യിൽ ചരടുകൾ ഉൾപ്പെടെ നമുക്ക് കാണാം. അപ്പോൾ ഇത് കോൺഗ്രസും ISIയും തമ്മിലുള്ള മാച്ച് ഫിക്സിംഗ് ആണ് എന്ന് ഇദ്ദേഹം പറയുന്നതിലൂടെ നമുക്ക് വ്യക്തമാക്കേണ്ടത്, ഒരുപക്ഷെ കസബിനെ ഉൾപ്പെടെ ജീവനോടെ പിടികൂടി നമ്മുടെ കോടതികൾ വിചാരണയിലേക്ക് കടന്നതിന് ശേഷമാണല്ലോ ഈ ഭീകരനെ തൂക്കിക്കൊല്ലുന്നത്. കസബും ഈ ഭീകരാക്രമണത്തിനിടയിൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത് ഹൈന്ദവ സംഘടനകളാണ് മുംബൈയിൽ ഇങ്ങനെ ഒരു ഭീകരാക്രമണം നടത്തിയത് എന്ന് വരുത്തി തീർക്കാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അന്ന് അധികാരത്തിലിരുന്ന UPA സർക്കാരും വിശേഷിച്ച് സോണിയാഗാന്ധിയും നെഹ്റു കുടുംബവും ശ്രമിച്ചത് എന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ്. കാരണം ആ സമയത്ത് നടന്ന മറ്റു പല പ്രധാനപ്പെട്ട സ്ഫോടനങ്ങൾ, പ്രത്യേകിച്ച് ജിഹാദികൾ, ഇസ്ലാമിസ്റ്റുകൾ നമ്മുടെ രാജ്യത്ത് ആ സമയത്ത് നടന്ന പല സ്ഫോടനങ്ങളുടെയും ഉത്തരവാദിത്തം ഹൈന്ദവ സംഘടനകളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണിക്കാൻ കഴിയും. കാരണം 2008 ഇതേ മഹാരാഷ്ട്രയിലെ തന്നെ മലേഗാവിൽ ഉണ്ടായിട്ടുള്ള സ്ഫോടനം, ആ സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ് ഹിന്ദു സന്യാസിനി സാധ്വി പ്രഗ്യാ സിംഗ് താക്കൂർ 16 വർഷക്കാലം നമ്മുടെ രാജ്യത്ത് തടവറയിൽ കഴിയേണ്ട സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല അവർക്ക് അതിക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ട സാഹചര്യമൊക്കെ നമുക്കറിയാം. നടന്ന് ജയിലിലേക്ക് പോയ പ്രഗ്യാ സിംഗ് താക്കൂർ പിന്നീട് വീൽ ചെയറിലാണ് നമ്മൾ പുറം ലോകം കാണുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ക്രൂരതകൾ അവർക്ക് നേരിടേണ്ടി വന്നു. അപ്പോൾ മലേഗാവ് സ്ഫോടനത്തിന്റെ യഥാർത്ഥ ഉത്തരവാദികൾ ഇസ്ലാമിസ്റ്റുകളായിരുന്നു. പക്ഷേ അത് അഭിനവ് ഭാരത് പോലെയുള്ള ചില ദേശീയ പ്രസ്ഥാനങ്ങൾ, ഹിന്ദു സംഘടനകളാണ് അത് ചെയ്തത് എന്ന് വരുത്തി തീർക്കുവാൻ അന്നത്തെ ഭരണകൂടം ശ്രമിച്ചതിന്റെ ഭാഗമാണ് ഈ സാധ്വി പ്രഗ്യാ സിംഗ് താക്കൂർ ഉൾപ്പെടെ ജയിലിലേക്ക് പോയ സംഭവം. ഒപ്പം പാകിസ്ഥാനിലേക്ക് പോകുന്ന ട്രെയിൻ സംജോത എക്സ്പ്രസ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട സ്വാമി അസീമാനന്ദിനെ ശ്രദ്ധിക്കണം, ഇതെല്ലാം ഹിന്ദു സന്യാസിമാരാണ്. അപ്പോൾ UPA സർക്കാരിൻ്റെ കാലത്ത് മധ്യപ്രദേശിൽ ഈ മതപരിവർത്തനം ഉൾപ്പെടെ പ്രതിരോധിച്ചിരുന്ന സാധ്വി പ്രഗ്യാ സിംഗ് താക്കൂറിനെ ഒരു സ്ഫോടനത്തിൽ പ്രതി ചേർക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളിലും വടക്ക് കിഴക്കൻ മേഖലയിലും നടക്കുന്ന മതപരിവർത്തന പ്രവർത്തനങ്ങളെ പ്രതിരോധിച്ച സ്വാമി അസീമാനന്ദിനെ 2ഓ 3ഓ സ്ഫോടന കേസുകളിൽ പ്രതി ചേർക്കുകയാണ്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് മുംബൈ ഭീകരാക്രമണം, അതായത് നമ്മുടെ രാജ്യം അടുത്ത കാലത്ത് ഒന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അതിഭീകരമായ ഏതാണ്ട് 4 ദിവസക്കാലം നീണ്ടുനിന്ന വലിയ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തവും ഹിന്ദുക്കളുടെ തലയിൽ, ഹൈന്ദവ സംഘടനകളുടെ തലയിൽ കെട്ടിവെക്കാൻ അന്നത്തെ UPA സർക്കാർ, പ്രത്യേകിച്ച് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ, ദിഗ്വിജയ് സിംഗിനെ പോലെയുള്ളവർ, സുശീൽ കുമാർ ഷിൻഡെയെ പോലെയുള്ളവർ, ശിവരാജ് പാട്ടീലിനെ പോലെയുള്ള അന്നത്തെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഭരണഘടനാ പദവികൾ ആ കാലഘട്ടങ്ങളിൽ വഹിച്ചിരുന്ന ആളുകൾ അത് ഹൈന്ദവ സംഘടനകളുടെ തലയിലേക്ക് ഈ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം കെട്ടിവെക്കാൻ ശ്രമിച്ചു എന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. അപ്പോൾ മലേഗാവിലും നന്ദട്ടിലും അതോടൊപ്പം തന്നെ ജയ്പൂരിലെ മക്ക മസ്ജിദിലും ഹൈദരാബാദിലും ഒക്കെ നടന്ന സ്ഫോടനങ്ങൾ എങ്ങനെയാണോ ഹിന്ദുക്കളുടെ തലയിൽ കെട്ടിവെച്ചത്, അതുപോലെ മുംബൈയിൽ നടന്ന 2008 നവംബർ മാസത്തിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തവും ഒരുപക്ഷെ ഹിന്ദു സംഘടനകളുടെ തലയിലേക്ക് കെട്ടിവെക്കാനായിരുന്നു UPA സർക്കാരിന്റെ ശ്രമം. അത്തരത്തിലൊരു മാച്ച് ഫിക്സിംഗ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ ISIയും പാകിസ്ഥാന്റെ ചാരസംഘടനയും തമ്മിൽ നടത്തിയത് എന്ന വെളിപ്പെടുത്തലാണ് അശ്വതി ഈ ഘട്ടത്തിൽ ഈ ഉദ്യോഗസ്ഥർ നടത്തിയിരിക്കുന്നത്.